ഫാത്തിമ, മജ്ജിഗോറ, ഈ പ്രത്യക്ഷീകരണം എല്ലാം വരണ കാത്തലിക് മേഖലയിലാണ് വരണത്. കാര്യം അമ്മ ഒരു വിഷയം സഭയോട് പറഞ്ഞാൽ അമ്മയെ വിശ്വസിക്കുകയും അമ്മയെ മധ്യസ്ഥയായിട്ട്, പ്രധാന മധ്യസ്ഥയായിട്ട്, മധ്യസ്ഥന്മാരൊത്തിരി പേരുണ്ട് നമുക്ക്, വിശുദ്ധന്മാരെല്ലാം മധ്യസ്ഥന്മാരാണ്. ശരിക്കും നമുക്ക് തന്നെ മധ്യസ്ഥം വഹിക്കാം. വിശുദ്ധിയും മെനയുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവം മധ്യസ്ഥമായിട്ട് കേൾക്കും. പക്ഷേ അമ്മ ഇവിടെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏകമധ്യത്തിന് യേശുക്രിസ്തുവാണ്. പക്ഷേ മാനുഷികമായ കാര്യങ്ങൾക്കുള്ള, രക്ഷാകരമായ കാര്യമല്ല, മാനുഷികമായ കാര്യങ്ങളില്ലേ, നമുക്ക് വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, രോഗമാണ്, ഇതൊക്കെ മാനുഷിക കാര്യമല്ലേ. ഏകരക്ഷകൻ എന്ന കൺസെപ്റ്റ് ഈ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടത്തിയ ദേശമാണ്. അതിന് ഒരു കോംപ്രമൈസും ഇല്ലത്. കർത്താവല്ല, വേറെ ആരും അവിടെ ഇല്ല. ആ സ്പേസിൽ ഏകരക്ഷകനായിട്ട് ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറിയത്തിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ മാനുഷിക ആവശ്യങ്ങളുടെ മേലെ, പ്രത്യേകിച്ച് വേറെ ഒത്തിരിയേറെ മറിയൻ റാങ്കുകളുണ്ടെങ്കിലും സുവിശേഷം തുറക്കപ്പെടുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് അസമയത്ത് പോലും ഈശോൻ്റെ മുമ്പിൽ ആധികാരികമായിട്ട് പറഞ്ഞ് അതിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അമ്മ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സിലാണ് വ്യക്തത വന്നിരിക്കുന്നത്. ഒന്നെന്താണ്? ഉടമ്പടിക്ക് ഒരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്, അതിനെ തടയരുത്, ഇല്ലേ? സ്വാഭാവിക ഒഴുക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഉടമ്പടി നമുക്ക് റിസ്ക് ഇല്ല, സീറോ റിസ്ക്കാണ്. എന്താ കാര്യം? അത് വൃത്തിയും മേനയുമായിട്ട് നമ്മൾ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചാൽ അത് അത് അംഗീകരിക്കേണ്ടതും അതിന് ഉത്തരം നൽകേണ്ടതും ആരാണ്? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം മാത്രമല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാകണം. അടയാളങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അടയാളം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള രീതിയിലുള്ള സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ഉണ്ടാകണം. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതവും പ്രാർത്ഥനാ ജീവിതവും രണ്ടും രണ്ടാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതത്തിന് പറയണത്, പ്രാർത്ഥനാ ജീവിതത്തിനാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രാർത്ഥനാ ജീവിതം ആധ്യാത്മിക ജീവിതം ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് വ്യത്യാസമുണ്ട്. പ്രാർത്ഥനാ ജീവിതം മോശമാണെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതമാകണമെന്ന് നിർബന്ധമില്ല. എന്നുവെച്ചാൽ എല്ലാ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതമല്ല. അതറിയണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ 1 തിമോത്തി 4:8 എടുത്തേ. ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു.
അപ്പോൾ വാഗ്ദാനങ്ങളിലെ ഈ ജീവിത ആധ്യാത്മികതയിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്നെന്താണ്, ഈ ജീവിതത്തെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൂണുമേ സൈബന്മാരുണ്ടാക്കുന്ന പരിപാടിയില്ല. ഇപ്പം ചില ആൾക്കാർ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ട് ജീവിതത്തിൻ്റെ മുഴുവനും ആഗ്രഹങ്ങൾ ബലി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ തന്നെ സ്വയം ഡിപ്രൈവ്ഡായിട്ട് വേറെ ഒരു ലോകത്ത് സ്വന്തം ഈശ്വരാനുഭവത്തിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സംഭവം ബൈബിളിലില്ല. ശാരീരികമായി ഇപ്പോൾ യോഗ പോലെയുള്ള ശാരീരികമായ അഭ്യാസങ്ങളും ആധ്യാത്മികമായിട്ട് ബൈബിൾ കാണുന്നില്ല. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്നിനു വായിച്ചേ. ശാരീരികമായ പരിശീലനം ശാരീരികമായ പരിശീലനം അതൊക്കെ ഒരു ഫിസിക്കൽ എക്സർസൈസാണ്. ഇറ്റ്സ് ഓക്കെ. ഫിസിക്കൽ എക്സർസൈസും ആധ്യാത്മികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാ വിഷയം. ബൈബിൾ ആധ്യാത്മികതയാണ് ഞാൻ സംസാരിക്കുന്നത്. ഫിസിക്കൽ എക്സർസൈസ് അങ്ങനെ പലതരത്തിലുള്ള യോഗാസനങ്ങളുണ്ടാകും, അതുപോലെ. പക്ഷേ അതും ബൈബിളുമായിട്ട് ആധ്യാത്മികതയുമായിട്ട് ബന്ധമില്ല. ഒന്നിനു വായിച്ച ഭാഗം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. അതെ. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിനാണ് ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് എന്താണ്? വാഗ്ദാനമല്ലേ. ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് എന്താണ്? വാഗ്ദാനമാണ്. ഉടമ്പടി എന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8840-50 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ടെന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഈ ദൈവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ജീവിതത്തെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ്. വാഗ്ദാനം. അപ്പോൾ ഈ വാക്കിൻ്റെ ഉള്ളിലാണ് ദൈവം ദാനം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ നമ്മൾ എന്താ ചെയ്യണത്? ഈ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ പ്രോമിത്തരെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പുറമിത്തരെ പ്രോമിസ് മീൻസ് അതിൻ്റെ മൂലം എന്താണ്? ലാറ്റിനാണ്. പ്രോമിസ് എന്നുള്ള ലത്തീൻ ഇംഗ്ലീഷ് വാക്കിൻ്റെ മൂലം, അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലത്തീൻ വാക്ക് പ്രൊമിത്തരെ. പ്രൊമിത്തരയുടെ റൂട്ട് മീനിങ് ആണ് ടു പുൾ ഔട്ട്, വലിച്ച് പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബലം ഉണ്ടാകണം. എന്ത് ബലമാണ്? ജിംനാസ്റ്റിക് ബലമല്ല, ആത്മീയ ബലമുണ്ടാകണം.